ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങൾ നാളെ തുടങ്ങാനിരിക്കെ ഹാജിമാർ മിനായിലേക്ക് പുറപ്പെട്ടു. അറഫയിൽ നിന്നും ഏതാണ്ട് 13 കിലോമീറ്ററാണ് മിനായിലേക്കുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് മിനായിലേക്ക് മെട്രോ സർവീസ് ഉണ്ടെങ്കിലും പലരും കാൽനടയായാണ് പുറപ്പെട്ടത്. ഹജ്ജിന്റെ ആദ്യ ദിനമായ നാളെ തീർത്ഥാടകർ താമസിക്കുന്നത് മിനായിലായിരിക്കും. 18 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. 25 ലക്ഷം ചതുരശ്ര മീറ്ററിൽ പരന്നു കിടക്കുന്ന മിനായിൽ 2 ലക്ഷത്തോളം തമ്പുകളാണ് ഹാജിമാർക്കായി ഒരുക്കിയിരിക്കുന്നത്. മറ്റന്നാളാണ് ഹജ്ജിന്റെ സുപ്രധാന കർമ്മമായ അറഫ സംഗമം. ഗാസയിൽ സഹായ വിതരണ സ്ഥലത്തേക്ക് പോവുകയായിരുന്ന ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തു. 27 പേർ കൊല്ലപ്പെട്ടു. നിർദ്ദിഷ്ട വഴിവിട്ടു പോയവരെയാണ് വെടിവെച്ചതെന്നാണ് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചത്. ഗാസയിലെ വർദ്ധിച്ചു വരുന്ന പട്ടിണി ആശങ്കാജനകമാണെന്നും ഇസ്രായേലിന്റെ അക്രമങ്ങൾ അംഗീകരിക്കാൻ ആവില്ലെന്നും ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. അതേസമയം ഇന്നുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ചു വരികയാണെന്നാണ് ഇസ്രായേൽ അറിയിച്ചത്. UAE-യിൽ ഈ മാസം 15 മുതൽ പുറംജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം അനുവദിക്കും. ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെയാണ് വിശ്രമം അനുവദിക്കുന്നത്. ഈ മാസം 15 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് ഉച്ചവിശ്രമ നിയമം നിലവിലുള്ളത്. നിരോധിത സമയങ്ങളിൽ തൊഴിലാളികളെ ജോലിക്ക് കയറ്റുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പരിശോധന കർശനമാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഈദുൽ അദ്ഹ UAE-യിൽ 963 തടവുകാരെ ജയിൽ മോചിതരാക്കും. പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്നാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത്. ഇവരുടെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷാർജയിൽ സംസം വെള്ളത്തിന്റെ വിൽപ്പനയ്ക്ക് നിരോധനം. സാധാരണ വെള്ളത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള സംസം എന്ന വെള്ളത്തിന്റെ പേരിൽ കൃത്രിമം നടത്താൻ സാധ്യത ഏറെയാണെന്ന് കണ്ടെത്തിയാണ് ഈ നടപടി. സംസം വെള്ളം വിൽക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും ഇന്നു മുതൽ നിരോധിച്ചതായി ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഈദുൽ അദ്ഹ ആഘോഷങ്ങൾക്കൊരുങ്ങി UAE. ഈദ് ദിനങ്ങളിൽ ദുബൈയിലെ പാർസൺ റിസോർട്സിലും റിവർലാൻഡിലും വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗങ്ങൾ നടക്കും. വരുന്ന വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി 9 മണിക്കാണ് കരിമരുന്ന് പ്രയോഗങ്ങൾ ആരംഭിക്കുന്നത്. റിവർലാൻഡിൽ രാത്രി 7:30-നും 8:20-നും 9:30-നും നടക്കുന്ന ലേസർ ഷോ അത്യപൂർവമായ അനുഭവമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അബുദാബിയിലെ യാസ് ഐലൻഡിലും കോർണിഷിലും റെയിം ഐലൻഡിലും ഹുദിയത് ഐലൻഡിലും വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗങ്ങളാണ് കാണികളെ കാത്തിരിക്കുന്നത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പിളിമംഗലം പരിയക്കാട് വീട്ടിൽ പ്രദീപ് അന്തരിച്ചു. 43 വയസ്സായിരുന്നു. ഭാര്യ പ്രഭിത. ഓർമ്മയുടെ അൽക്കൂസ് മേഖലയിലെ സജീവ അംഗമായിരുന്ന പ്രദീപിന്റെ അകാല വിയോഗത്തിൽ ഓർമ്മ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. സൗദി അറേബ്യയിലെ യാംബുവിൽ കണ്ണൂർ സ്വദേശി ഹൃദയാഘാതം മൂലം അന്തരിച്ചു. മുഴുപ്പിലങ്ങാട് പള്ളിക്കൽ മുഹമ്മദ് റഫീഖാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി യാംബു ഹോളിഡേ ഇൻ ഹോട്ടലിൽ ജീവനക്കാരനായിരുന്നു. കൊണ്ടോട്ടിയിലെ ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന് കീഴിൽ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയായ ചെഫ്സിന്റെ UAE സംഗമം മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തിലാൽ ഗ്രൂപ്പ് ചെയർമാൻ സലാം ചൊക്ലിയുടെ അധ്യക്ഷതയിൽ ദുബായിൽ നടന്ന സംഗമത്തിൽ എഞ്ചിനീയർ NB അഷ്റഫ് ചെസ് പ്രോജക്ട് അവതരിപ്പിച്ചു. TV ഇബ്രാഹിം MLA, ഷംസുദ്ദീൻ മൊഹിയുദ്ദീൻ സബീൽ, ഡോക്ടർ അൻവർ അമീൻ, സയ്യിദ് അസീൽ അലി തങ്ങൾ, സുലൈമാൻ കാരാടൻ, ചാക്കോ ഊളക്കാടൻ, TN കൃഷ്ണകുമാർ, ഡോക്ടർ ഫഹദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ചെയർമാൻ ജബ്ബാർ ഹാജി സ്വാഗതവും മുജീബ് റഹ്മാൻ തജ്വി നന്ദിയും പറഞ്ഞു. ഇനി പ്രവാസികൾ അറിയാൻ. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കുന്നതിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് യാതൊരു ഫീസും ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ gdrfad.government.ae സന്ദർശിച്ച് ഹോം പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. എൻക്വയറി ഫോർ സ്മാർട്ട് ഗേറ്റ് രജിസ്ട്രേഷൻ എന്നിടത്ത് പോയി സ്മാർട്ട് സർവീസ് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഓപ്ഷനുകളിലൊന്ന് തിരഞ്ഞെടുക്കുക. അവിടെ ഫയൽ നമ്പർ ചോദിക്കും. നിങ്ങളുടെ പാസ്പോർട്ടിലെ വിസ സ്റ്റിക്കറിലോ വിസിറ്ററായി നിങ്ങൾക്ക് ലഭിച്ച ഈ വിസയിലോ ഫയൽ നമ്പർ കണ്ടെത്താനാകും. നിങ്ങൾ ഫയൽ നമ്പർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഫയൽ തരം റെസിഡന്റ് അല്ലെങ്കിൽ പെർമിറ്റ് എന്ന് തിരഞ്ഞെടുത്ത് വിസ നൽകിയ എമിറേറ്റ് തിരഞ്ഞെടുത്ത് ഫയൽ നമ്പർ നൽകുക. UDB നമ്പർ അല്ലെങ്കിൽ എമിറേറ്റ്സ് ഏകീകൃത നമ്പർ, എമിറേറ്റ്സ് ID നമ്പർ, പാസ്പോർട്ട് നമ്പർ, നാഷണാലിറ്റി, ജനനത്തീയതി, ലിംഗഭേദം എന്നിവ നൽകുക. പിന്നെ ഐ ആം നോട്ട് എ റോബോട്ട് എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക.
ഇതുകൂടി കഴിഞ്ഞാൽ സബ്മിറ്റ് എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രേഖ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ഈസ് രജിസ്റ്റേർഡ് എന്ന് കാണിക്കും. എങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഗേറ്റ് ഉപയോഗിക്കാം എന്നർത്ഥം. ഇല്ലെങ്കിൽ വെറുതെ അവിടെ പോയി ക്യൂ നിന്നിട്ട് ഒരു കാര്യവുമില്ല, സമയം വെറുതെ നഷ്ടപ്പെടും എന്ന് മാത്രം.